കഴിഞ്ഞ 2 മാസത്തിനിടെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലാകെ ഉണ്ടായത് 45ഓളം തീപിടുത്തങ്ങളാണ്. എല്ലായിടത്തും ഓടിയെത്തി തീയണയ്ക്കുന്നതാകട്ടെ കാഞ്ഞിരപ്പള്ളിയിലെ അഗ്നിരക്ഷാസേനയും. പക്ഷേ വേനൽ കടുത്തതോടെ ജലദൗർലഭ്യം സേനയാകെ വല്ലാതെ വലയ്ക്കുകയാണ്. സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്റർ അപ്പുറമുള്ള മണ്ണാർക്കയത്ത് ചിറ്റാർപ്പുഴയിൽ നിന്നാണ് സാധാരണ വെള്ളം ശേഖരിച്ചിരുന്നത്. എന്നാൽ വേനലിൽ വെള്ളം വറ്റിയതോടെ 10 കിലോമീറ്റർ അകലെ മണിമലയാറ്റിൽ പോയി വെള്ളം ശേഖരിക്കേണ്ട അവസ്ഥയാണ്. ദിവസം 3-4 തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ വെള്ളം നിറച്ച സ്ഥലത്തെത്താൻ കൂടുതൽ സമയമെടുക്കുന്നു എന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്. വെള്ളം കുറവായതിനാൽ പറമ്പുകളിലും തോട്ടങ്ങളിലും ഉണ്ടാകുന്ന ചെറിയ തീപിടുത്തങ്ങൾ തല്ലിക്കെടുത്തേണ്ട അവസ്ഥയിലാണ് നിലവിൽ ഉദ്യോഗസ്ഥർ. കുടിവെള്ളം പോലും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ പോയി ഫയർഫോഴ്സിന് വേണ്ടിയിട്ട് വെള്ളം എടുത്തു കഴിയുമ്പോൾ നാട്ടുകാരും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അവസരമുണ്ടാകും. ഇപ്പോൾ മണ്ണാർക്കയം ഉള്ള സ്ഥലങ്ങളിലാണ് ഇവിടെ ഫയർഫോഴ്സ് ആദ്യം വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെള്ളം ഇല്ലാഞ്ഞിട്ട് ഇപ്പോൾ മണ്ണംബ്ലാക്കലും മറ്റു സ്ഥലങ്ങളിലും കിലോമീറ്റർ താണ്ടി പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന ഈ അത്യാഹിതങ്ങളിലേക്ക് വണ്ടി ഓടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. വരുന്ന ദിവസങ്ങളിൽ വേനൽ കടുക്കുമെന്നതിനാൽ എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് നിലവിൽ കാഞ്ഞിരപ്പള്ളിയിലെ അഗ്നിരക്ഷാസേന. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.